കണ്ണൂരിൽ ഉറുമ്പുകളെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട്. തോട്ടട കിഴുന്നപാറയിലാണ് ഉറുമ്പച്ചൻ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഉറുമ്പ് ശല്യത്തിന് പരിഹാരം കാണാൻ ഇവിടെ എത്തി നാളികേരം സമർപ്പിച്ചാൽ മതിയെന്നാണ് വിശ്വാസം. വീട്ടിലെ ഉറുമ്പ് ശല്യത്തിൽ നിന്നും രക്ഷ നേടുമെന്ന വിശ്വാസത്തിലാണ് ഭക്തർ ഉറുമ്പച്ചൻ കോട്ടത്തിലെത്തുന്നത്. നാളികേരം വീടിന്റെ മൂലകളിൽ ഒഴിഞ്ഞ ശേഷം ഇവിടെ എത്തി സമർപ്പിക്കും. പൂജാരി നാളികേരം പൊട്ടിച്ച് വെള്ളം കോട്ടത്തിലെ തറയിലൊഴിക്കും. കിഴുന്നപ്പാറയിലെ ഉറുമ്പച്ചൻ കോട്ടത്തിനും അതിനു പിന്നിലെ ഐതിഹ്യത്തിനും 400 വർഷത്തിലേറെ പഴക്കമുണ്ടെന്നാണ് കരുതുന്നത്. തൊട്ടടുത്തായുള്ള ഉദയമംഗലം ഗണപതി ക്ഷേത്രത്തിന്റെ ആരൂഢ സ്ഥാനമാണ് ഇവിടം. ഉദയമംഗലം ഗണപതി ക്ഷേത്രം എന്നൊരു ആരാധനാലയമുണ്ട്. ആ ക്ഷേത്രത്തിന് ആദ്യമായിട്ട് കുറ്റിയടിച്ചത് ഈ ഉറുമ്പച്ചൻകോട്ടം സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്താണെന്നാണ് ഐതിഹ്യം. അന്ന് കുറ്റിയടിച്ചതിന് ശേഷം ഇവിടെ ഉറുമ്പും കൂട് കണ്ടെന്നു. കുറ്റി ഇന്ന് ഗണപതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് കണ്ടെത്തി എന്നുമാണ് ഇതിൻ്റെ ഐതിഹ്യം. വിവിധ നാടുകളിൽ നിന്ന് പോലും ആളുകൾ ഉറുമ്പച്ചൻ കോട്ടത്തിലേക്ക് എത്തുന്നു. പുതിയ വീടാണ്, പക്ഷെ വീട് നിറയെ ഉള്ളിലൊക്കെ ഉറുമ്പ്, കറുത്തതും ചെറിയ ഉറുമ്പും എല്ലാം. അപ്പോൾ അങ്ങനെയൊന്ന് അറിഞ്ഞു തൊട്ട് നമ്മളൊരു ആ ഒരു പ്രാർത്ഥനയോടുകൂടി വന്നതാണ്. അപ്പോൾ തേങ്ങ നമ്മൾ വീടിന് വലം വെച്ചിട്ട് 3 വലം വെച്ച് തേങ്ങ ഒഴിഞ്ഞെടുക്കുക. അങ്ങനെ അതിൽ കണ്ടത്. അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. എന്നെല്ലാം ഈശ്വരനിൽ നമ്മളെ വിശ്വാസമാണെന്നല്ല. നമ്മളെ ആൾക്കാരുടെ ഒരു ആചാരം എന്ന് പറഞ്ഞാൽ ഈ സംക്രമമായ ഉറുമ്പച്ചന് തേങ്ങ മുട്ടണം എന്നുള്ള ഒരു മുൻകൂട്ടി എടുത്ത തീരുമാനം പോലെയല്ല. സംക്രമല്ലേ ഇന്ന്, അപ്പോൾ ഉറുമ്പച്ചന് തേങ്ങ മുട്ടണേ എന്ന് പറയും. അപ്പോൾ ആ ഒരു ആചാരം പോലെ ചെയ്തു വരുന്ന ഒരു ചടങ്ങാണ് കുറേ മുമ്പ് വരെ. സംക്രമ ദിനങ്ങളിലും വിശേഷ ദിവസങ്ങളിലും മാത്രമാണ് ഇവിടെ ചടങ്ങുകൾ നടക്കുക. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.